ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയ രാഹുലിനെ സ്വീകരിക്കാൻ ബൊക്കയുമായി കോൺഗ്രസുകാർ. പുറത്ത് കോടിയുടെയും തൊട്ടിലിൻ്റെയും പ്ലക്കാർഡുമായി CPM പ്രവർത്തകരും. ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 15 ദിവസത്തിന് ശേഷം തിരികെ എത്തിയത് ഏറെ നാടകീയമായിട്ടാണ്. തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നും സത്യം ജയിക്കുമെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിലെ രണ്ടാം പ്രതിയും രാഹുലിൻ്റെ സുഹൃത്തുമായ ജോബി ജോസഫ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. വൈകിട്ട് 4:50 തിരക്കൊഴിഞ്ഞ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്. കുന്നത്തൂർമേട് സൗത്ത് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു രാഹുലിന്റെ വോട്ട്. MLAയുടെ ഔദ്യോഗിക കാറിലാണ് രാഹുൽ പോളിംഗ് ബൂത്തിന് മുന്നിലെത്തിയത്. വോട്ട് ചെയ്യാൻ എത്തുന്നതിന് മുൻപോ ശേഷമോ കാര്യമായി പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നും സത്യം ജയിക്കുമെന്നുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. പാലക്കാട് തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ രാഹുൽ ഒളിവിൽ പോയത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും സത്യം ചെയ്യും. പൂവൻകോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രം ഉയർത്തി പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിനെതിരെ പ്രതിഷേധം നടന്നു. കൂകിവിളിയോടെയാണ് DYFI BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. വോട്ട് ചെയ്തതിനു ശേഷം കുറച്ചു സമയം MLA ഓഫീസിലും രാഹുൽ ചെലവഴിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്ന് ഹർജിയിൽ പറയുന്നു. 2 കേസുകളാണ് രാഹുലിനെതിരെ നിലവിലുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി നിരന്തരമായി ലൈംഗിക ചൂഷണം നടത്തുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തതാണ് ഒന്നാമത്തെ കേസ്. ഈ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന് ആരോപിച്ച് ബംഗളൂരുവിൽ നിന്നുള്ള യുവതി KPCC അധ്യക്ഷന് നൽകിയ പരാതിയിലാണ് രണ്ടാമത്തെ കേസിന് അടിസ്ഥാനം. ഈ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഉപാധികളോടെ രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു. ആദ്യ കേസിലെ രണ്ടാം പ്രതിയും രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയത്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബിയാണെന്ന് പരാതിക്കാരിയായ യുവതി മൊഴി നൽകിയിരുന്നു. അതേസമയം യുവതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഗുളിക എത്തിച്ചതെന്നും ഗുളികയെപ്പറ്റി മറ്റൊരു വിവരവും ഇല്ലെന്നുമാണ് ജോബിയുടെ വാദം. കേസ് പരിഗണിക്കുന്നത് 17ലേക്ക് മാറ്റി. അതിനിടെ പീഡനക്കേസിലെ പരാതിക്കാരിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറെ വീണ്ടും റിമാൻഡ് ചെയ്തു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. 2 തവണ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് 12 ദിവസമായി രാഹുൽ ഈശ്വർ റിമാൻഡിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.